കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും വിലയേറിയതുമായ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് വീണ്ടും പ്രഭാത ചിന്ത പങ്കിടുവാൻ സർവശക്തനായ ദൈവത്താൽ ഒരുക്കപ്പെട്ട മനോഹര പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് പ്രഭാത ചിന്ത പങ്കിടുമ്പോൾ കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ പുതിയ നിയമ ശുശ്രൂഷയിലെ വേദ അധ്യാപകൻ അഥവാ ഉപദേഷ്ടാവ്, ടീച്ചർ, ഈ ഭാഗങ്ങളെക്കുറിച്ച് വളരെ ആഴമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിലെ ഈ ചിന്തയോടുകൂടി ആ ഒരു സബ്ജക്റ്റ് നിർത്തി നാലാമത്തെ ശുശ്രൂഷ വൃന്ദത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച് നടത്തിയത് കരുതുക അല്ലെങ്കിൽ പ്രൊവൈഡ് എന്ന ഒരു പദമാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയോടുള്ള ബന്ധത്തിൽ, ഒരു ശിഷ്യയോടുള്ള ബന്ധത്തിൽ താൻ ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഒന്ന്, പ്രചോദിപ്പിക്കുക. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉപദേഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻപിൽ വരുന്ന വിദ്യാർത്ഥികൾ, അവരെ സത്യത്തിൽ നമ്മൾ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നവരായിരിക്കണം. ഒരു കുട്ടിയെയും ഒരു കാരണവശാലും നാം അകറ്റി നിർത്തരുത്. ഇനി നമ്മുടെ സ്റ്റുഡൻസിൽ ഒരുപക്ഷെ അവർക്ക് അത്രമാത്രം കഴിവ് ഇല്ലാത്തവരായിരിക്കാം. അങ്ങനെയുള്ളവരെ കണ്ടെത്തി ആ കുട്ടിയോട് നിനക്ക് കഴിയും എന്ന് പറഞ്ഞ് അവരെ ഒരു പ്രചോദനം കൊടുക്കുക, അവർക്ക് ഒരു ഉത്സാഹം കൊടുക്കുക എന്നുള്ളത് ഒരു അധ്യാപക ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. കഴിവുകെട്ട കുഞ്ഞുങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ പഠിപ്പിക്കുന്ന പാഠശാലയാണ് ഒരു അധ്യാപന ജീവിതം എന്ന് പറയുന്നത്. അവരുടെ കഴിവുകളെ കണ്ടെത്തി അവർ തോറ്റ് പിന്മാറുവാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കേണ്ട ചുമതല ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമുക്കറിയാം, യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ 3.5 വർഷം കൊണ്ട് നടന്നപ്പോൾ അവരിൽ പകർന്നു കൊടുത്ത ആത്മധൈര്യമാണ് പിന്നത്തേതിൽ യേശുക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന് ശേഷമുള്ള അവരുടെ പ്രവൃത്തികൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നത്. അവരെ കൊല്ലില്ല, നിനക്കിതിന് കഴിവില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ആ ശിഷ്യവൃന്ദങ്ങളെ കൊണ്ട് ദൈവസഭയുടെ വിശാലമായ ഒരു കെട്ടുപണിക്ക് ഉതകുക അസാധ്യമായിരുന്നു. എന്നാൽ കഴിവില്ലാത്തവരെ കഴിവുള്ളവരാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും എന്നുള്ളത് ഇതിൽ നിന്നും നാം പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ്. നമ്മുടെ ഗുരു എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ റോൾ മോഡൽ. ആകയാൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും അവർക്ക് പകർന്നു നൽകുകയും ചെയ്ത ആത്മീയ പ്രചോദനം നമ്മളിൽ അത് സ്ഥിരമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി അവസാനമായി ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളമുള്ള പോയിന്റ് ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി എന്ന പദമാണ്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഉപദേഷ്ടാക്കന്മാർക്ക് അധികം കഠിനമായ ന്യായവിധി ഉണ്ടാകും എന്ന് നാം കാണും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ന്യായവിധി ഉപദേഷ്ടാക്കന്മാർക്കുണ്ടാകും എന്ന് പറയാൻ കാരണം? അധ്യാപകൻ പറയുന്നതും ചെയ്യുന്നതും അതാദ്യം ബാധിക്കുന്നത് തലമുറകളെയാണ്. അപ്പൊ തലമുറകളെ ബാധിക്കുന്നത് കൊണ്ട് ഒരധ്യാപകൻ എങ്ങനെയുള്ളവനായിരിക്കണമെന്നറിയാമോ? വളരെ സൂക്ഷ്മതയോടെ, വളരെ പ്രാർത്ഥനയോടെ വേണം നാം അത് കൈകാര്യം ചെയ്യുവാൻ. അപ്പൊ നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ
അത് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് പകർന്നു കൊടുക്കുവാൻ നാം പ്രാപ്തരാകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അത് നെഗറ്റീവാണെങ്കിൽ, അത് ശരിയായ ബോധത്തിലുള്ളതല്ലെങ്കിൽ, നാം അവരെ ഒരു ദിശാബോധത്തിലേക്ക് കൊണ്ടുവരാതെ തെറ്റായ മാർഗമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ ന്യായവിധി നമ്മുടെ മേലിലേക്ക് പകരും. അതുകൊണ്ട് ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഒരാള് കേവലം ഇൻഫർമേഷൻ കൊടുക്കുന്ന, സൂചനകൾ കൊടുക്കുന്ന ഒരാളല്ല, മറിച്ച് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കുന്ന ഒരാളാണ്. ഒരു രൂപാന്തരം നമ്മുടെ വിദ്യാർത്ഥികളിൽ ഒരു രൂപാന്തരം വരുത്തിയെടുക്കുന്ന ആളാണ് ഒരു അധ്യാപകൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പാഠം പ്ലസ് സ്നേഹം പ്ലസ് മാതൃക, ഇങ്ങനെയുള്ളതാണ് ഇതിന്റെ എല്ലാം കൂടെ ആകത്തുക ഈക്വൽ ടു എന്ന് പറയുന്നത് യഥാർത്ഥ അധ്യാപനമാണ്. പാഠം പ്ലസ് സ്നേഹം പ്ലസ് മാതൃക ചേർന്നതാണ് ഒരു യഥാർത്ഥ അധ്യാപനം എന്ന് പറയുന്നത്. അപ്പൊ നാം ഒരു അധ്യാപകനാണോ? ഏതാണ് നാം പഠിപ്പിക്കുന്നത്? അതിൻ്റെ അകത്ത് നമുക്ക് ഒരു അഗാധമായ അറിവും പാണ്ഡിത്യവും ഉണ്ടാക്കിയെടുക്കുക മാത്രമല്ല, നമ്മുടെ തലമുറകളെ വാർത്തെടുക്കുവാനും നമ്മുടെ അധ്യാപന ജീവിതം സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ദൈവസഭയെ വാർത്തെടുക്കുന്നത്, ദൈവസഭയുടെ രൂപീകരണത്തിൽ, ദൈവസഭയ്ക്കകത്തുള്ള അംഗങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്നതിൽ, അവരെ ദൈവകൃപയിൽ നിലനിർത്തുന്നതിൽ ഏറ്റവും പരമപ്രധാനമായ പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഉപദേഷ്ടാവ്. ആകയാൽ ഈ പ്രഭാതത്തിൽ നാം ഈ ഉപദേഷ്ടാവിനെ കുറിച്ചുള്ള പഠനം ഇവിടെ നടത്തുമ്പോൾ കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിലായി ഞാൻ നിങ്ങളുമായി സംസാരിച്ച ഭാഗങ്ങൾ ഒന്നും കൂടെ കൃത്യതയോടെയും വ്യക്തതയോടെ അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ നല്ല പ്രഭാത വേളയ്ക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ അവിടുത്തെ കരങ്ങളിലേക്ക് നിന്റെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ ധന്യവും വിലയേറിയതുമായ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവൽ. നാളെ ഇതിന്റെ ഇടയൻ എന്ന ഭാഗത്തെക്കുറിച്ച് കേൾക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.